Hi friends, welcome to English Mithra. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വെബ്സൈറ്റ്സ് ആയിക്കോട്ടെ ആപ്സ് ആയിക്കോട്ടെ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പം എസ്പെഷ്യലി ഈ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഫോണിൻ്റെ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്നും കേട്ടോണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ നമ്മൾ ഫോണ് തന്നെ ആയിരിക്കും നമ്മുടെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോണായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ പ്രയോറിറ്റി എന്താണ്? നമ്മളിപ്പം ഈ വീഡിയോ കാണുന്ന മിക്കവരെയും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഈ ഫോണിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തതായിട്ട് തോന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് കാണണ്ടേന്നുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റാൻഡമായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടുകൊണ്ടേ ഇരിക്കുക ഒരു ഫുൾ ഡേ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റാൻഡം യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാം. എന്തെങ്കിലും ലൈക്ക് ഇപ്പം നമുക്ക് സിനിമ ഫീൽഡിലുള്ള ഒത്തിരി ആൾക്കാർ ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ ഇൻ്റർവ്യൂസോ അങ്ങനെ എന്താണെങ്കിലും അങ്ങനെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന കുറേ സാധനം നമുക്കിങ്ങനെ ഫുൾ ഡേ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അതിന് പകരം ഇപ്പം നമ്മളുടെ പ്രയോറിറ്റി ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചൂസ് ചെയ്യുന്നതാണ് ഇതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു സീരിയസ്ലി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പം നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റഡ് ഫീൽസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് ചുമ്മാ റാൻഡമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോസ് കാണാൻ പറ്റുമോ? അങ്ങനെ കാണാൻ പറ്റും, പക്ഷെ നമ്മൾ എന്നാലും അതിൽ നിന്ന് ഇഫക്റ്റീവായിട്ടൊന്നും പഠിക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡിലുള്ള കുറേ സാധനങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ഫീൽഡ് എന്ന് പറയുന്നത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മൂവീസ് ആയിരിക്കും കംപ്ലീറ്റ്ലി നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന ലാംഗ്വേജ് എന്നൊന്നുമില്ല, പൊതുവെ മൂവീസിനോട് നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും, സിനിമറ്റോഗ്രഫീനോട് താല്പര്യമായിരിക്കും, എഡിറ്റിങ്ങിനോട് താല്പര്യം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണും അല്ലേ. നമ്മുടെ പേഴ്സണൽ ചോയ്സസ് കാണും ചില സാധനങ്ങളിലേക്കുള്ള. അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ആപ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷ് കോണ്ടൻറ്റ് എങ്ങനെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മൂവീസിൻ്റെ ആളാണെങ്കിൽ നമ്മൾ മലയാളം മൂവീസിൻ്റെ റിവ്യൂസ് മാത്രം കാണാതെ ഇംഗ്ലീഷ് മൂവീസിന്, ഇംഗ്ലീഷ് ആക്ടേഴ്സിനെ, ഇംഗ്ലീഷ് വ്ളോഗ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ചിലർ വ്ളോഗിൻ്റെ ഭയങ്കര ആൾക്കാരാണ്. ഓക്കെ, വ്ളോഗ് എന്താണ്? നമ്മൾ ഒരു ക്യാമറയൊക്കെ എടുത്ത് എങ്ങടേലും പോണത് ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കണതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ചിലരത് ഭയങ്കരമായിട്ട് കാണാറുണ്ട്, പക്ഷെ നമ്മൾ കാണുന്ന എപ്പോഴും മലയാളം വ്ളോഗ്സ് ആണ്. എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് വ്ളോഗ്സ് കണ്ടുകൂടാ? ഇംഗ്ലീഷ് വ്ളോഗ്സ് നമുക്ക് അതേ എൻ്റർടൈൻമെൻ്റ് ആണ് തരുന്നത് അല്ലേ. നമുക്ക് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് പാട് വരും, പക്ഷെ നമ്മൾ ആ വ്ളോഗ് കാണുന്നതിനോടൊപ്പം എന്താ ചെയ്യുന്നത്? ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ. സോ ആ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യുക. നമ്മൾ എന്തൊക്കെ കാണണം എന്നുള്ളത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പുള്ളൂ. നമ്മൾ ഓരോ സാധനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുമ്പോൾ നമുക്ക് കൂടുതൽ ആ തരത്തിലുള്ള വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻസ് വരും, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അധികം റെക്കമെൻഡേഷൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കണ്ടുപിടിച്ച് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ഫസ്റ്റ് ടൈം ഇച്ചിരി എഫേർട്ട് നമ്മൾ ഇടണം കേട്ടോ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം ജസ്റ്റ് കാണുക. ഫോർ ദ കോണ്ടന്റ് സേക്ക് ജസ്റ്റ് കണ്ടുകൊണ്ടേ ഇരിക്കുക. ഒരു പ്രാവശ്യം ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഗോ ഫോർ ഇറ്റ് അഗൈൻ. ഓക്കെ, രണ്ടാമത് ഒന്നും കൂടിയും കാണുക. രണ്ടാമത് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേർഡ്സിലേക്ക് ഫോക്കസ് ചെയ്യുക, ഫ്രേസസിലേക്ക് ഫോക്കസ് ചെയ്യുക, സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിൻ്റെ ലാംഗ്വേജ് പാർട്ട് ഓഫ് ഇറ്റിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട സമയത്ത് തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കും. ആ വാക്കുകൾ രണ്ടാമത് കാണുമ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ വേർഡ്സ് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാണുന്നതിൻ്റെ സുഖം പോകും അല്ലേ. അപ്പോൾ ആദ്യം ഒരു വട്ടം കണ്ടിട്ട് നമുക്ക് ഹോൾ സാധനത്തിൻ്റെ ഐഡിയ നമുക്ക് കിട്ടുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് നമ്മൾ പിന്നെയും കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കാണുന്നത് നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ കാണണം. രണ്ടാമത് കാണുന്ന സമയത്ത് ഒരു പുതിയ വേർഡ് കണ്ടു. ഓക്കെ, ആ വേർഡിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തു, ആ വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മുടെ ഫോണിൽ തന്നെ നമുക്കിത് നോട്ട് ചെയ്യാം. നമുക്കിപ്പോൾ വേറൊരു ബുക്ക് വേണമെന്നോ, എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ
കാണുന്നത്. ആ സമയത്ത് നമ്മുടെ അടുത്ത് ബുക്ക് വേണം നിർബന്ധമില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഓരോ വേർഡ്സിൻ്റെയും മീനിങ് എടുത്തില്ലെങ്കിലും ആദ്യം തന്നെ വേർഡ് നമ്മൾ ഫോണിൽ തന്നെ നമ്മുടെ നോട്ട് പാഡ് ഒന്നെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നോട്ട്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്പ് എന്തായാലും ഫോൺസിൽ കാണും അല്ലേ, ഇൻബിൽറ്റ് ആപ്പൊക്കെ കാണും. ഓക്കെ, ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ ഈ വേർഡ്സ് ഇട്ട് വെക്കണം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രേസസ് കാണുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്രേസ് കാണുകയാണ്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. ഓക്കെ, പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് തൽക്കാലത്തേക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കണ്ടുപോകണം. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ നോട്ട് ചെയ്ത് വെച്ച വേർഡ്സിലേക്ക് പോകാനുള്ള എഫർട്ട് നമ്മൾ എടുക്കണം. ആ വേർഡ്സിലേക്ക് പോയി അതിൽ ഓരോന്നിൻ്റെയും വേർഡിൻ്റെ മീനിങ് എന്താണ്, അത് ഒരു സെൻറ്റൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരിക, വേറെ എന്തെല്ലാം വേർഡ്സ് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ആ വാക്കിന് എന്തൊക്കെ സിനോണിംസ് ഉണ്ട്, ആ വേർഡിൻ്റെ വേർഡ് ടൈപ്പ് എന്താണ്, അതായത് അതൊരു വേർബാണോ, അതൊരു ആഡ്ജക്റ്റീവ് ആണോ, അതൊരു നൗൺ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വാക്കിനെ പറ്റി പഠിക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം അതേ വാക്കിനെ നമ്മൾ പിന്നെയും എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് കണ്ടു. ഓക്കെ, ഇതിനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടുകയെന്ന് വെച്ചോ, അതിനകത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം അറിയുമോ എന്ന് ചോദിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷനകത്ത് ഈ വാക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ വേർഡ്സിനെ യൂസ് ചെയ്ത് ആ വേർഡിനോട് കുറേയും കൂടി ഫെമിലിയർ ആവുക. അങ്ങനെ നമ്മൾ ആ വേർഡ് കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവുമല്ലേ ആ വേർഡിനോട്. ഇങ്ങനെ നമ്മളൊരു 5-6 വേർഡ്സ് ഒരു ദിവസം വെച്ച് പഠിക്കണം. നമ്മൾ എത്രത്തോളം പഠിക്കും എന്ന് വിചാരിച്ച് നോക്ക്. അത് നമ്മൾ വീഡിയോസിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടും എസ്പെഷ്യലി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടും നമുക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. എന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോകത്തില്ല. നമ്മൾ ചുമ്മാ ഇപ്പോൾ ഒരു ഡിക്ഷണറി നോക്കി ഒരു വേർഡ് പഠിക്കുന്ന പോലെ അല്ല. ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോണ്ടെക്സ്ച്വലൈസ് ചെയ്താണ് പഠിക്കുന്നത്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ സെൻസിലാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ആ വേർഡ് മറന്നു പോകാതിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഞാനിനി പറയാം. ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു ഇംഗ്ലീഷ് വീഡിയോ കാണാൻ തുടങ്ങി അപ്പം തന്നെ നമ്മുടെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് സബ് ടൈറ്റിൽസ് അങ്ങ് ഓൺ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല ആക്ച്വലി. കാരണം ഇൻ കേസ് നമ്മൾ കാണുന്ന വീഡിയോസ് അത്യാവശ്യം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് ആണുള്ളത്, നമ്മൾക്ക് കേട്ടറിവുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു സീരീസ് ആണെന്ന് വിചാരിച്ചോ, ആ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഫാമിലി ബേസ് ചെയ്തുള്ള സീരീസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കുറച്ച് ശ്രദ്ധ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് മനസ്സിലാവും എന്നുള്ള സാധനങ്ങൾക്ക് നമ്മൾ സബ് ടൈറ്റിൽസ് ഒഴിവാക്കുക. അല്ലാതെ ഇപ്പോൾ ഭയങ്കര പൊളിറ്റിക്കൽ സബ്ജക്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന എന്തെങ്കിലും വലിയ വലിയ സാധനങ്ങൾ, വലിയ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീരീസസ് ഒക്കെ ഉണ്ട് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നെങ്കിൽ ഓക്കെ, സബ് ടൈറ്റിൽസ് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ വെക്കുന്നത് ഓക്കെയാണ്. പക്ഷെ മോസ്റ്റ്ലി അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക സബ് ടൈറ്റിൽസ്. ഓക്കെ, ഇനി വേറെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നോർമൽ സ്പീഡിൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുക. ഇനി ആദ്യം കേൾക്കുമ്പോൾ നോർമൽ സ്പീഡിൽ കേട്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സബ് ടൈറ്റിൽസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ആ കേൾക്കുന്ന ഓഡിയോയുടെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ കാണുന്ന വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മെല്ലെ പറയുമ്പോൾ കുറച്ചുകൂടി ഫോളോ ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇനി നമ്മൾ നോർമൽ സ്പീഡിൽ കേട്ട് നമ്മൾ അതിനോട് ഓക്കെ ആയി കംഫർട്ടബിൾ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടിയാലും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു 1.5x ഇടുന്നു, 2 എന്നിട്ട് കേട്ട് നമുക്ക് പിന്നെയും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഇംഗ്ലീഷ് ഫോളോ ചെയ്യാന്നുള്ളതിന് നമ്മുടെ ലിസണിങ് സ്കിൽസിനെയാണ് അവിടെ ഇമ്പ്രൂവ് ആക്കുന്നത്. നമ്മുടെ വൊക്കാബുലറി നമ്മൾ അല്ലാതെ തന്നെ എടുക്കുന്നുണ്ട്, അതുകൂടാതെ നമ്മുടെ ലിസണിങ് സ്കിൽസും ഇമ്പ്രൂവ് ആവും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ വേറൊരു സ്ട്രാറ്റജിയാണ്, നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ യൂസ് ചെയ്യേണ്ട വേറൊരു സ്ട്രാറ്റജിയാണ് ഷോർട്ട് ടൈം സ്പാനുള്ള വീഡിയോസ് ചൂസ് ചെയ്യുക. ഒരു 6 മിനിറ്റ് താഴെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് താഴെയുള്ള വീഡിയോസിലേക്ക് നമ്മൾ പോകുന്നതാണ് നല്ലത്. നമ്മൾ ഒത്തിരി വലിയ വീഡിയോസ് എടുക്കാൻ നിന്നാൽ നമ്മുടെ കോൺസെൻട്രേഷൻ അത്രയും ഉണ്ടെന്ന് വരത്തില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാൻ പ്രശ്നമുള്ളവർ എസ്പെഷ്യലി ചെറിയ വീഡിയോസ് ചൂസ് ചെയ്യുക. അല്ലാത്തവരിപ്പോൾ ഒരു 20 മിനിറ്റ്സ് വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിപ്പോൾ ½ ആൻ അവർ ആയാലും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ ഷോർട്ട് വീഡിയോസ് ചൂസ് ചെയ്യുക. കൂടുതൽ നമ്പർ ഓഫ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക, ചെറിയ ഷോർട്ട് വീഡിയോസ്. ഓക്കെ, ഒരു വലിയ ലോങ് വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ അതായിരിക്കും.
ഓക്കെ, പിന്നെ ആദ്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത് കാണുമ്പോൾ മാത്രം വേർഡ്സിലൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ സബ്ജക്റ്റ് എന്നൊക്കെ നല്ലതായിട്ട് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേർഡ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിന്നാൽ മതി. പിന്നെ നമ്മൾ പഠിച്ച വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കരുത്. നമ്മൾ പഠിച്ച വേർഡ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ടോ ഇത്രയും സമയം എക്സ്ട്രാ കളയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേർഡ്സ് എഴുതിയെടുക്കുന്നത് കൊണ്ടോ ഒന്നും കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ എഴുതിയെടുത്ത വേർഡ്സിനെ റിവൈസ് ചെയ്യണം. ഇടയ്ക്ക് ഈ നോട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിരുന്ന് വായിക്കണം. നമ്മൾ പഠിച്ച വേർഡ്സൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ, എന്തായിരുന്നു അർത്ഥം എന്നൊക്കെ വായിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് യൂസ് ചെയ്ത് നമ്മൾ ഡെയിലി സമയം കളയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി അതേ സമയത്ത് യൂസ് ചെയ്ത് വീഡിയോസ് കണ്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനി അടുത്തടുത്ത വീഡിയോസിൽ യൂട്യൂബ് ചാനൽസ് കണ്ടിട്ട് എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ യൂട്യൂബ് ചാനൽസ് കണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ ടെക് ടോക്സ് എങ്ങനെ നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ യൂസ് ചെയ്യാന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഈ വീഡിയോ കാണുന്നത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ രീതിയിലുള്ള കോണ്ടൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും കണ്ടോട്ടെ, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു കോഴ്സ് വേണ്ടി വരും അല്ലേ ഇംഗ്ലീഷിൽ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൗൺസിലറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. കൗൺസിലർ നിങ്ങൾക്ക് ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് കേട്ട് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ definitely give it a try. So until we see again next time, this is Akshay Abraham signing off from English Mithra. Thank you. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.